ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചക്കക്കുരു കൊണ്ട് എങ്ങനെ ഒരു കറി ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഈ ചാനലിൻ്റെ ലാസ്റ്റ് വരെ കാണുക, എങ്കിലേ ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള മെത്തേഡ് മനസ്സിലാവും. അതിനായി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പാൻ ചൂടാവാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് തൊലി കളഞ്ഞ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മളെടുക്കുക. അതിനുശേഷം നമ്മൾ അത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇടുക. ഒരു അര സ്പൂൺ കടുക് ഇട്ടാൽ മതി. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറുകാപ്പട്ടയും ഗ്രാമ്പും കൂടെ ഇടുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വരുമ്പോഴേക്കും കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യുക. വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടൊന്നുമില്ല, മുഴുവനായിട്ട് ഇട്ടേക്കാണേ. അടുത്തതായി നീളത്തിലരിഞ്ഞ കുറച്ച് ഇഞ്ചി, ഒരു 1.5 സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് അതിനുശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതവിടെ കിടന്ന് ചൂടാകുന്ന ടൈം കൊണ്ട് നമുക്ക് വറുത്ത് കോരി വെച്ചേക്കുന്ന ചക്കക്കുരു എടുത്ത് ഒരു മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അത് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വഴറ്റിയെടുത്ത സവാളയിലേക്ക് ഒരു തക്കാളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് അതിനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴന്നതിന് ശേഷം നമുക്ക് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിൻ്റെ പകുതി എടുത്താൽ മതി. കുറച്ചെടുത്ത് മറ്റൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. മാറ്റി വെച്ച് അതൊന്ന് ആറി വന്നതിന് ശേഷം നമ്മൾ ബൗളിലേക്ക് മാറ്റി വെച്ചിരുന്ന ഇഞ്ചി പച്ചവളവും വഴറ്റിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഈ അരച്ചെടുത്ത പേസ്റ്റിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് അതിലേക്ക് തന്നെ ഈ പച്ചവളവും എല്ലാം കൂടെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ കൂടെ ഇതിലേക്ക് ഇടുക. മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ ഒന്ന് അരച്ചെടുക്കുക. ശേഷം നമുക്ക് പാനിൽ മാറ്റി വെച്ചിരുന്ന അരപ്പിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ പെരുജീരകമല്ല ഗരം മസാലപ്പൊടിയാണേ, അത് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാവേ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു പേസ്റ്റ് ഇനി നമുക്ക് ഈ ഫ്രൈ പാനിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മൂത്ത് വരുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബൗൾ തേങ്ങാപ്പാലും. അപ്പോൾ അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചക്കുത്ത് മണവും എല്ലാം മാറി നല്ല രീതിയിലൊന്ന് കുറുകി വരുമ്പോഴേക്കും നല്ല പേസ്റ്റ് രൂപത്തിലാവും. നല്ല കുറുകി വന്നതിന് ശേഷം ഒരു സ്പൂൺ ചില്ലി സോസും ഒരു സ്പൂൺ സോയാ സോസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെയൊക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കുന്നത് നമുക്ക് ഈ പരുവത്തിൽ വേണം മാറ്റി എടുക്കാൻ. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ രാവിലെ കാപ്പിക്കൊക്കെ ഈ ഒരു കറി നല്ല ബെസ്റ്റായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം.